ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ 2024 ഇറങ്ങിയ മലയാളം മൂവീസ് ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മൂവീസിൻ്റെ ഒരു ടോപ്പ് 20 ആണ് ഞാൻ കാണിക്കുന്നത്. കുറേ മൂവീസ് നല്ല മൂവീസ് ഉണ്ടായിരുന്നു, അതിൽ ടോപ്പ് 20 മാത്രമാണ് ഞാൻ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാനുള്ള നമുക്ക് കൗണ്ട് ഡൗണിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പ് 20ൽ 20th പ്ലേസ് ഞാൻ കൊടുക്കുന്നത് അഞ്ചക്കള്ളക്കൊക്കൻ എന്ന മൂവിയാണ്. ഞാൻ 20th പ്ലേസ് കൊടുക്കുന്നത്. ഈ മൂവിക്ക് ഞാൻ 20th പ്ലേസ് കൊടുക്കാൻ കാരണം അതിൻ്റെ മേക്കിംഗ് രീതിയാണ്. അതൊരു ഡിഫറെൻറ്റ് രീതിയിൽ എടുത്തിരിക്കുന്നത്, പക്ഷേ എൻഗേജിങ് ആണ്. ടുവേഴ്സ് ദി എൻഡ് നല്ല രസമാണ്. നമുക്ക് ക്ലൈമാക്സ് ഒക്കെ കുറേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ആ മേക്കിംഗ് സ്റ്റൈല് രസമായിരുന്നു. മൂവിക്ക് എന്താ വേണ്ട അത് കറക്റ്റായിട്ട് ഡെലിവർ ചെയ്ത പോലെ എനിക്ക് തോന്നി. ഇനി 19th പ്ലേസിൽ ഗോളം എന്ന മൂവി ആക്ച്വലി അതൊരു ക്രൈം ത്രില്ലർ മൂവിയായിരുന്നു. ലോ ബഡ്ജറ്റിൽ ഒരു IT ഓഫീസിൽ നടക്കുന്ന ഒരു ക്രൈം ത്രില്ലർ. നല്ല രസമായിട്ട് തന്നെയാണ്, എൻഗേജിങ് ആയിട്ട് തന്നെയാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. പക്ഷേ എവിടേക്കോ ഒരു ഫ്ലോ കുറവ് പോലെ തോന്നി. എന്നാലും നല്ല രസമായിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ എൻഗേജ്ഡ് ആയിരുന്നു എനിക്ക് ഈ മൂവിയിൽ. നല്ലൊരു മൂവിയാണ്. ഈ കൊല്ലം ഇറങ്ങിയതിലേക്ക് 10ാം സ്ഥാനം കൊടുക്കാൻ പറ്റാവുന്ന ഒരു മൂവി തന്നെയാണ്. 18ാം സ്ഥാനത്തേക്ക് ഞാൻ കൊടുത്തേക്കുന്നത് വാഴ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു മൂവിയാണ് വാഴ. പക്ഷേ ടുവേഴ്സ് ദി എൻഡ് ഒക്കെ എടുത്തേക്കുന്നത് നല്ല രസമാണ്. കുറച്ച് ഇമോഷണൽ സീൻസൊക്കെ നല്ല രസമായിട്ട് എടുത്താണ്. പക്ഷേ അവിടേക്കോ ഒരു മിസ്ലീഡിങ് പോലെ എനിക്ക് തോന്നി ചില കാര്യങ്ങളൊക്കെ. എന്നാലും മേക്കിങ്ങും ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു മൂവി കാണുമ്പോൾ. ഞാൻ ഇതിന് 18th പൊസിഷൻ. 17th മൂവി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഞാൻ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആയ ഒരു മൂവിയാണ്. ഇതെല്ലാവർക്കും ഇമോഷണലി കണക്ട് ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല. പല്ലോട്ടി എന്ന് പറഞ്ഞ മൂവിയാണ്. 90s കിഡ്സ്, മിക്കവാറും ഞാൻ 90s കിഡ്സ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ അതിൽ റിലേറ്റബിൾ ആയിരുന്നു. പ്ലസ് അത് ഇമോഷണലി ഭയങ്കരമായിട്ട് ടച്ചും ചെയ്തു. അതിൽ ചില സീൻസൊക്കെ എൻ്റെ ഈ ആസ്വാദനത്തിൽ ഞാൻ ആ മൂവിക്ക് 17th പൊസിഷനാണ് കൊടുക്കുന്നത്. 16ാം സ്ഥാനം കൊടുത്തേക്കുന്നത് മൂവിയും ഇതുപോലെ തന്നെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അങ്ങനത്തെ ഒരു മൂവിയാണ്. അധികം പേരൊന്നും കാണാത്ത ഒരു റെയർ മൂവിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്ത ഒരു മൂവിയാണ്. എൻഗേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു മൂവിയാണ്. കുറച്ച് ഹ്യൂമർ എലമെൻറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ട് പൊൻപിള്ളെ ഒരുമൈ എന്ന് പറഞ്ഞൊരു മൂവി. ഒരു 1.25-1.5 മണിക്കൂറുള്ള ഈ മൂവി. പക്ഷേ ആ മൊത്തം മൂവി ഞാൻ നന്നായിട്ട് എൻഗേജ് ചെയ്ത് തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ കണ്ടു. അത് ഒരു നിമിഷവും എനിക്ക് പോവാതെ കണ്ടിരുന്ന ഒരു മൂവിയാണ്. നിങ്ങളിത് കണ്ടു നോക്ക്, നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നല്ലൊരു മൂവി തന്നെയാണ്. ഞാൻ ഈ മൂവിക്ക് 16ാം സ്ഥാനം കൊടുക്കുന്നു. ഇനി 15ാം സ്ഥാനത്തേക്ക് ദ റൈഫിൾ ക്ലബ്. റീസെൻ്റ്ലി ഇറങ്ങിയ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത് ആ ജേണർ എങ്ങനെയാണ് വേണ്ടത് അത് നന്നായിട്ട് തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മൂവിയാണെങ്കിലും തുടക്കം തൊട്ട് അവസാനം വരെ നല്ല രസമായിട്ട് എൻജോയ് ചെയ്തൊരു മൂവിയാണ്. അതിൽ ഹ്യൂമർ എലമെൻറ്റ്സ് ആയാലും ആക്ഷൻ സീൻസ് ആയാലും നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൈഫിൾ ക്ലബിനാണ് ഞാൻ 15ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. 14ാം സ്ഥാനം ബ്രഹ്മയുഗം എടുത്തിരിക്കുന്നത് മേക്കിംഗ് എവറിത്തിങ് ഈസ് ക്ലാസ്. പക്ഷേ എനിക്ക് എന്തൊക്കെയോ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. തിയേറ്റർ എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷേ ആൾക്കാർ എനിക്ക് ഹൈപ്പ് കൂട്ടി തന്നിട്ടാണോ എന്നറിയില്ല, എനിക്ക് അത്രത്തോളം ആസ്വദിക്കാൻ ഈ മൂവി പറ്റിയില്ല. പിന്നെ ആളുടെ പ്രീവിയസ് ഭൂതകാലം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അത്രത്തോളം ഹൊറിഫൈങ് ആയിരുന്നില്ല ഈ മൂവി. പക്ഷേ ആക്ടിങ് വൈസും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ അതിൽ ഇതിനേക്കാൾ തുമ്പാന്ന് പറഞ്ഞ മൂവി വന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് ഇതിൽ കണ്ടു. അതുകൊണ്ട് കൊണ്ടുപോവാം. മിക്കവാറും എനിക്ക് അത്രത്തോളം ഗ്രേറ്റ് മൂവിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഗുഡ് മൂവിയാണ്. ഞാൻ അതിന് 14ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. 13ാം സ്ഥാനം ഞാൻ കൊടുത്തിരിക്കുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന മൂവിയാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതും ഇതുപോലെ തന്നെ നല്ല ക്രൈം ത്രില്ലറാണ്. നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു മൂവി തന്നെയാണ്. നിർത്താതെ ഒറ്റ സ്ട്രെച്ചിൽ കണ്ടു തീർത്ത ഒരു മൂവിയാണ്. നല്ല സൗണ്ടും ആ മേക്കിംഗ് രീതിയും ആ കാലഘട്ടവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ആ മൂവി ചെയ്തിരിക്കുന്നത്. 12ാം സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ട് ബോഗിൻവില്ല. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഭയങ്കര കിടിലാണ് സാധനം. അതിൽ എടുത്തെങ്കിൽ മേക്കിംഗ് രീതി, ഈവൻ ഞാൻ കൂടുതൽ മേക്കിംഗ് സൈഡ് നോക്കുന്നുണ്ടോ എന്നറിയില്ല, മേക്കിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ ഭയങ്കര കൂടുതലാണ് എൻ്റെ ഒരു മൂവി കാണുമ്പോൾ. അതിലെനിക്ക് ഈ പറഞ്ഞ പോലെ അമൽനീരദിൻ്റെ ആ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എനിക്ക് ഇഷ്ടമായി. ടുവേഴ്സ് ദ ക്ലൈമാക്സ് മാത്രം അത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പക്ഷേ ആ തുടക്കം തൊട്ട് അവസാനം വരെ ജ്യോതിർമയുടെ പോയിൻ്റ് ഓഫ് വ്യൂ, ആ സ്റ്റൈലും മ്യൂസിക്കും ഇതെല്ലാം കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു ബോഗൻവില്ല കാണുമ്പോൾ. അതുകൊണ്ട് ബോഗൻവില്ലയ്ക്ക് 12th. 11th പൊസിഷനിലും ഇതേപോലെ തന്നെ കുറച്ച് വെറൈറ്റി മൂവി തന്നെയാണ് ലെവൽ ക്രോസ് എന്ന മൂവി. അതും ഇതുപോലെ തന്നെ ആൾക്കാർ എത്രത്തോളം കണ്ടോണ്ടെന്നറിയില്ല, കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ഒരു മൂവിയാണ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ജേണറാണ്. ഒരു മാജിക്കൽ റിയലിസം, ഒരു ലൊക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മാജിക്കൽ റിയലിസമാണ് അതിൽ ചെയ്യുന്നത്. പിന്നെ നമ്മളിങ്ങനെ കുറേ ഡെപ്ത്ത് ലെയേഴ്സ് ഉള്ള ഒരു മൂവിയാണ്. നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു മൂവിയാണ്. എല്ലാം കണ്ടു കഴിഞ്ഞിട്ടും കുറേ നേരം ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. അതിൽ കുറേ ക്രൈമും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ പിന്നീടാണ് തെളിഞ്ഞ് വരാം. നല്ലൊരു മൂവി തന്നെയാണ് ലെവൽ ക്രോസ്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും കാണേണ്ട ഒരു മൂവിയാണ്. മേക്കിംഗ് സ്റ്റൈലും ഇതെല്ലാം കൊണ്ടും നല്ല മൂവി തന്നെയാണ്
ലെവൽ ക്രോസ്. 10th പൊസിഷനിൽ ഗോട്ട് ലൈഫ്. ഗോട്ട് ലൈഫ് എന്ന് പറഞ്ഞ മൂവി എടുത്തേക്കുന്നത് ക്യാമറ വർക്ക്, മ്യൂസിക്, ആക്ടിങ്, കളർ ഗ്രേഡിങ് എല്ലാം കൊണ്ട് മികവേറിയ ഒരു മൂവി തന്നെയാണ് ഗോട്ട് ലൈഫ്. പക്ഷേ എവിടെയോ എന്തോ ഒരു എലമെൻറ്റ് കുറവ് പോലെ തോന്നി, എവിടെയോ ഒരു കുറവ് പോലെ തോന്നി. പക്ഷേ എല്ലാ സെഗ്മെൻറ്റ്സും നല്ല ടോപ്പ് നോച്ചാണ്, എല്ലാവരുടെയും എഫേർട്ട് അതിൽ നന്നായിട്ടുണ്ട്. പക്ഷേ ആസ്വാദനത്തിൻ്റെ ഭാഗത്തിൽ ഞാൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എനിക്ക് 10th പൊസിഷനാണ് കൊടുക്കാൻ സാധിച്ചത്. എന്തായാലും ഞാൻ തിയേറ്ററിൽ നന്നായി ആസ്വദിച്ച മൂവികളിൽ ഒന്നാണ് ഞാൻ ഗോട്ട് ലൈഫ്, ആടുജീവിതം. 9ാം സ്ഥാനത്ത് ഞാൻ കൊടുക്കുന്നത് ARM. ARM ഇതുപോലെ തന്നെ നല്ല മേക്കിംഗ് ആണ്, നല്ല രീതിയിൽ തന്നെ. ഞാൻ 3D ആണ് കണ്ടത്, പക്ഷേ 3D അത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ചില എലമെൻറ്റ്സൊക്കെ മിനിയേച്ചർ പോലെ തോന്നിയിരുന്നെങ്കിലും അത് കുറച്ച് ടഫ് സബ്ജക്റ്റാണ് അവർ സെലക്ട് ചെയ്തത്. ഒന്ന് പാളി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്ലോപ്പിൽ പോകേണ്ട ഒരു മൂവിയാണ്. പിന്നെ അതൊരു ബിഗ് ബഡ്ജറ്റ് സ്കെയിലിൽ ഇറക്കേണ്ട മൂവി. അവർ 30 crores ചിലവാക്കിയിട്ടുണ്ടെങ്കിലും 30 crores നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ നന്നായിട്ട് ആസ്വദിച്ച ഒരു മൂവി തന്നെയാണ്. സ്റ്റിൽ അതിന് ഞാൻ കൊടുക്കുന്ന റേറ്റ് പ്ലേസ് 9th പൊസിഷനാണ്. 8th പൊസിഷനിലേക്ക് ഞാൻ തലവൻ എന്ന മൂവിയാണ് യൂസ് ചെയ്യുന്നത്. തലവൻ എന്ന് പറയുന്നത് മൂവി ഇതേപോലെ തന്നെ മിക്കവാറും ജിസ് ജോയി ഡയറക്റ്റ് ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ എക്സ്പെക്റ്റേഷൻ വേറെ രീതിയിലായിരുന്നു, പക്ഷെ ഭയങ്കര കിടിലൻ ഔട്ട്പുട്ടായിരുന്നു ആ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ. നമുക്കൊരു കിക്ക് കിട്ടിയ ഒരു എഫക്റ്റ് തന്നെയാണ് ആ മൂവി കണ്ടപ്പോൾ. നല്ല ക്രൈം നല്ല രീതിയിൽ തന്നെ എടുത്തേക്കുന്ന ഒരു മൂവിയാണ്. ഈ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വിച്ച് ചെയ്ത കാര്യം മാത്രം ഒരു ചെറിയൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ, പക്ഷേ ബാക്കിയെല്ലാം നല്ല രസമായിട്ട് തന്നെ മൂവി ചെയ്തിരിക്കുന്നത്. 7ാം സ്ഥാനത്തേക്ക് ഞാൻ കൊടുക്കുന്നത് ആട്ടം. ആട്ടം എന്ന് പറയുന്നത് കുറേ ഇംഗ്ലീഷ് മൂവീസിന് നമ്മൾ റെഫറൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും 12 Angry Menൻ്റെ ഒരു എവിടേക്കോ റെഫറൻസ് വരുന്നുണ്ടെങ്കിലും ആ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അത് അടിപൊളിയാണ്. പിന്നെ ആക്ടേഴ്സ് അത് ഡെലിവർ ചെയ്തത് ആരുടെ സൈഡിൽ നിന്നൊരു ഫോൾസ് ഞാൻ കണ്ടില്ല. അടിപൊളിയായിട്ടാണ് അത് എല്ലാവരും ആക്ട് ചെയ്തേക്കുന്നത്. ഇങ്ങനെ കറക്റ്റായിട്ട് ഒഴുകി ആ സ്ക്രിപ്റ്റിൻ്റെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഡയറക്ടർ അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് റൈറ്റിങ്ങിൽ തന്നെ. എല്ലാവരുടെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്ക് ഫെമിലിയർ ഫേസസ് ഒന്നുമല്ല, എന്നാലും അവർ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആട്ടം. 6ാം സ്ഥാനത്തേക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് കിഷ്കിന്ധാകാണ്ഡം. കിഷ്കിന്ധാകാണ്ഡം എന്ന് പറയുന്നത് 6ാം സ്ഥാനം. എല്ലാവരും അതിനേക്കാൾ അപ്പുറമാണ് റാങ്കിങ് കൊടുക്കുന്നെങ്കിലും ഞാൻ 6ാം സ്ഥാനം കൊടുക്കാൻ കാരണം ടുവേർഡ്സ് ദി എൻഡ് ക്ലൈമാക്സ് ഒക്കെ ഞാൻ കുറച്ച് മൂവീസിലൊക്കെ കണ്ടത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല, അത്രത്തോളം വലിയ കിക്കൊന്നും കിട്ടിയില്ല. പക്ഷെ മേക്കിംഗ് സൂപ്പറാണ്. നമ്മൾ ആ ആംബിയൻസിൽ ഇരുന്ന് പോകുമ്പോൾ ആ ജംഗിളും ആ ലൊക്കേഷനും ആക്ടിങ് വൈസും എല്ലാം സൂപ്പറാണ് ഈ മൂവിക്ക്. അതുകൊണ്ട് എൻ്റെ ലിസ്റ്റിൽ 6ാം സ്ഥാനം കിഷ്കിന്ധാകാണ്ഡത്തിനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 5ാം സ്ഥാനത്തിലേക്ക് സൂക്ഷ്മദർശിനി എന്ന മൂവിയാണ്. സൂക്ഷ്മദർശിനി ഇതുപോലെ തന്നെ ഈ മൂവി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ റിപ്പീറ്റായിട്ട് 2 പ്രാവശ്യം കണ്ട ഒരു മൂവിയാണ്. 2 പ്രാവശ്യം കണ്ടപ്പോഴും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. ഒരു ക്രൈം ത്രില്ലർ. ഇപ്പോൾ ദൃശ്യമൊന്നും എനിക്ക് 2 പ്രാവശ്യം കണ്ടിട്ട് 2ാമത്തെ പ്രാവശ്യം കാണുമ്പോൾ അത്രത്തോളം കിക്കൊന്നും കിട്ടിയില്ല. പക്ഷേ സൂക്ഷ്മദർശിനിക്ക് ഒരു എന്ന് പറഞ്ഞാൽ ചെറിയ ഹ്യൂമർ എലമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് എനിക്ക് ചിരിക്കാനും കാര്യങ്ങളൊക്കെ സാധിച്ചു. കൂടുതലും എനിക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റുന്ന മൂവിക്ക് ഞാൻ കൂടുതൽ റാങ്കിങ് കൊടുക്കാറുണ്ട്. അതിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു മൂവി കണ്ട് നമുക്ക് ചിരിപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് സൂക്ഷ്മദർശിനി ചിരിപ്പിക്കലും ഒരു ആൽഫ്രഡ് ഹിച്ച്കോക്ക് ടൈപ്പ് ഓഫ് ക്രൈം ത്രില്ലറും എല്ലാം കൊണ്ടും നല്ല രസമായിട്ടാണ് ഈ മൂവി. അതുകൊണ്ട് ഞാൻ ഈ മൂവിക്ക് സ്ഥാനം 5 കൊടുത്തിരിക്കുകയാണ്. 4ാം സ്ഥാനത്തേക്ക് ആവേശം എന്ന് പറയുന്നത് ഒരു ആവേശം തന്നെയായിരുന്നു മൂവി. ശരിക്കും ഒരു തിയേറ്ററിൽ വാച്ചായിരുന്നു മൂവി. നല്ല അടിച്ചുപൊളി തകർത്ത് പൊളിച്ചു വരുന്ന ഒരു മൂവി. നമ്മൾ OTTയിൽ കണ്ട് ആസ്വദിക്കുന്ന ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്റ്റിൽ ഞാൻ TV-യിൽ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു മൂവി തന്നെയാണ് ആവേശം 2. പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീനൊക്കെ നല്ല രസമാണ്. ആ ഡംഷറാക്ടറും കളിക്കുന്നതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നും പോകാത്തൊരു കാര്യമാണ്. പിന്നെ അതിലെ ആക്ഷൻ സീൻസും അതൊക്കെ അടിപൊളിയാണ്. അംബാൻ എന്ന ക്യാരക്ടറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഭാഗം. ആവേശത്തിന് ഞാൻ 4ാം സ്ഥാനം കൊടുക്കുന്നു. 3ാം സ്ഥാനത്തേക്ക് ഞാൻ കൊടുക്കുന്നത് പ്രേമലുവാണ്. പ്രേമലു എന്ന് പറയുന്ന മൂവി എല്ലാവർക്കും എത്രത്തോളം കണക്ട് ചെയ്യുന്ന ഒരു മൂവിയാണോന്ന് അറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ആസ്വദിച്ച ഒരു മൂവി തന്നെയാണ്. ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ പ്രാവശ്യം കണ്ട ഒരു മൂവി തന്നെയാണ് പ്രേമലു. അതിൽ ഓരോ ചെറിയ ഹ്യൂമർ എലമെൻറ്റ്സും അവർ ട്രോളുകളും ബാക്കി വീഡിയോസ് റെഫറൻസ് യൂസ് ചെയ്യുന്നതും അതൊക്കെ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും റിപ്പീറ്റ് വാല്യൂ. അതിൽ ഒരു അരമണിക്കൂർ 15 മിനിറ്റും ഞാൻ കാണണ്ടെങ്കിൽ തന്നെ അത് നന്നായിട്ട് കണ്ടിരിക്കുന്ന ഒരു മൂവി തന്നെയാണ് പ്രേമലു. എപ്പോഴായാലും ഇപ്പോൾ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കും, അതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവി തന്നെയാണ് പ്രേമലു. അതുകൊണ്ടാണ് ഞാൻ ആ മൂവിക്ക് 3rd പ്ലേസ് കൊടുക്കുന്നത്. ഇനി 2ാം സ്ഥാനം അത് ഞാൻ കൊടുത്തേക്കുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആ മൂവിക്ക് 2ാം സ്ഥാനം കൊടുക്കുന്നതാണ്. ഉള്ളൊഴുക്ക് എന്ന മൂവിയാണ്. ഉള്ളൊഴുക്കിൻ്റെ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് സൈഡ് ആദ്യം പറയാം. മേക്കിംഗ് സൈഡ് അടിപൊളിയാണ്. അതിന് വെള്ളപ്പൊക്കവും മഴയും ആ ആംബിയൻസൊക്കെ ക്രിയേറ്റ് ചെയ്തത് അടിപൊളിയാണ്. നമ്മൾ ഭയങ്കര നാച്ചുറലാണ്. നമുക്ക്
തോന്നില്ല ഒരു മൂവി മേക്ക് ചെയ്തേക്കുന്നൊരു എന്താണെന്ന് തോന്നില്ല. അതുപോലെ മഴയും വെള്ളപ്പൊക്കവും ആ മൂവിക്ക് ഒപ്പം മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ടിങ്, അടിപൊളി ആക്ടിങ്ങാണ്. ആക്ടിങ്ങും പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് രഹസ്യങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഷെയർ ചെയ്യാതെ വെച്ചിട്ട് അതൊരു ത്രില്ലിങ് ഭാഗമായിട്ട് മാറുന്നത്, അതൊക്കെ നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആക്ടിങ് മറക്കാനും പറ്റില്ല, ഭയങ്കര നല്ല രസമായിട്ട് തന്നെയാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ആ ജേണറിന് വേണ്ടത് അത് മാക്സിമം അവർ ആ മൂവിയിൽ ചെയ്തിട്ടുണ്ട്. ആ ജേണറിന് അതിന് ഏകദേശം 99 മാർക്സ് വേണമെങ്കിൽ പറയാം, 100 കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് ആ മൂവി ചെയ്തിരിക്കുന്നത്. ഉള്ളൊഴുക്ക്, ഉർവശി പാർവതി അഭിനയിച്ച ഉള്ളൊഴുക്ക്. ഇനി നമുക്ക് 1ാം സ്ഥാനത്തിലേക്ക് എത്താം. 1ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് ടെക്നിക്കൽ വൈസ് പറഞ്ഞാൽ അതിന് മേക്കിംഗ് സൈഡ് ടോപ്പ് നോച്ചാണ്. അവരുടെ സെറ്റ് ഡെവലപ്മെൻറ്റ്, മ്യൂസിക്, ആക്ടിങ്, ഡ്രസ് സെൻസ്, ആ കാലത്തെ ഡ്രസ്സുകൾ, മാനറിസംസ്, ഇതെല്ലാം അവർ നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല ആ കാര്യത്തിന്. അതിന് ആ കാലഘട്ടം നന്നായിട്ട് ഒപ്പിയെടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മ്യൂസിക്, അതിലിപ്പോൾ നല്ല മ്യൂസിക്കും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ടുവേർഡ്സ് ദി ക്ലൈമാക്സ് അവർ തമിഴ് സോങ് യൂസ് ചെയ്തതും, പിന്നെ ഇത്രയ്ക്ക് നന്നായിട്ട് മ്യൂസിക് ഡയറക്ടർ അവിടെ ഉണ്ടായിട്ടും അവർ യൂസ് ചെയ്തത് ഓൾറെഡി എക്സിസ്റ്റിംഗ് മ്യൂസിക്കാണ് യൂസ് ചെയ്തത്. അത് ആപ്റ്റ് പ്ലേസിൽ, അത് ഡയറക്ഷൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ഡയറക്ടർ ഒന്നിനും ഒരു കോംപ്രമൈസിന് പോയിട്ടില്ല, എല്ലാം പെർഫെക്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത ഒരു മൂവി തന്നെയാണ്. അതുകൊണ്ട് അത് കാണാനും ഉണ്ട് ഈ മൂവിക്ക്. തിയേറ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഭീകരമായിരുന്നു, അടിപൊളിയായിരുന്നു ഈ മൂവിക്ക്. നല്ലൊരു കുളിർമ തന്നൊരു മൂവിയാണ്. ടുവേർഡ്സ് ദ എൻഡൊക്കെ ഇമോഷണൽ സൈഡൊക്കെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്നത് റാങ്കിങ് 1. ചില മൂവികൾ ഞാൻ കണ്ടിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ മൂവീസ് ഉണ്ട്, പക്ഷെ അത് ടോപ്പ് 20 വന്നിട്ടില്ല. അത് ഞാൻ കുറച്ച് ലിസ്റ്റ് ചെയ്യാം. അഡിയോസ് അമീഗോ, പണി, മാർക്കോ, ഗംഗനാചാരി, നുണക്കുഴി, ഗുരുവായൂർ അമ്പലനടയിൽ, CID രാമചന്ദ്ര, റിട്ടയർഡ് SI. ഇതിൽ ഇപ്പോൾ മാർക്കോ ഭയങ്കര അഭിപ്രായമുണ്ട്, വയലൻസ് മൂവി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് ഫസ്റ്റ് ഹാഫിൽ വരെയുള്ള വയലൻസ് എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചു. സെക്കൻഡ് ഹാഫിൽ വില്ലൻ കാണിക്കുന്ന വയലൻസും ക്രൂവൽറ്റിയും ഒക്കെ കണ്ടിട്ട് അത് ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്തു. അത് എനിക്ക് മൂവി ആസ്വാദനത്തിന് ബാധിച്ചു. ശരിക്കും പറഞ്ഞാൽ മേക്കിംഗ് വൈസ് നല്ലൊരു മൂവി തന്നെയാണ്. ഗുരുവായൂർ അമ്പലനട ഇതുപോലെ തന്നെ അതിൻ്റെ തുടക്കത്തെ ഒരു ട്വിസ്റ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ട്വിസ്റ്റാണ്. അഡിയോസ് അമീഗോയും എനിക്ക് നന്നായിട്ട് ആസ്വദിച്ചതാണ്. ആക്ടിങ് വൈസ് രണ്ടുപേരും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പണിയായാലും എനിക്ക് അതിൻ്റെ മേക്കിംഗ് രീതി ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു മൂവിയാണ്. ഗംഗനാചാരി അതെടുത്തതിൻ്റെ ജോണർ നല്ല രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗ്രാഫിക്സ് വർക്ക്സും എല്ലാം നല്ല നീറ്റായിരുന്നു. ജിത്തു ജോസഫിൻ്റെ നുണക്കുഴിയും ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. നല്ല ഹ്യൂമർ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രസമായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ മൂവി. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ അതിന് കുറവുണ്ടായിരുന്നു. ടോപ്പ് 20 സ്ഥാനം കിട്ടിയില്ല. പിന്നെയും ആൾക്കാർ നോട്ട് ചെയ്യാതെ പോയ ഒരു നല്ലൊരു മൂവിയാണ് CID രാമചന്ദ്രൻ, റിട്ടയർഡ് SI എന്ന് പറയുന്ന മൂവി. ഷാജോൺ അഭിനയിച്ച അതും ഒരു നോട്ടബിൾ മൂവി തന്നെയാണ്. അധികം പേരൊന്നും കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ മൂവി കാണണം. നല്ലൊരു ത്രില്ലർ മൂവി തന്നെയാണ്. ഒരു വൺ ടൈം വാച്ച് ആയിട്ട് കാണാൻ പറ്റാവുന്ന കുറച്ച് മൂവീസാണ്. വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ്, മലയാളി ഫ്രം ഇന്ത്യ, നടികർ, ടർബോ, മന്ദാകിനി, നടന്ന സംഭവം, ഭരതനാട്യം, ഐ എം കാതലൻ, മലൈക്കോട്ടെ വാലിബൻ നല്ല മേക്കിംഗ് ആയിരുന്നു. പക്ഷേ എന്തോ ആസ്വാദനത്തിൽ എനിക്ക് അത്രയ്ക്ക് സുഖം തോന്നിയില്ല. പിന്നെ ഓസ്ലർ അത്രത്തോളം എനിക്ക് എഫക്റ്റ് ചെയ്തില്ല. പിന്നെ ഫാമിലിയും ഒരു ആർട്ട് മൂവി പോലെയാണ് എടുത്തേക്കുന്നത്. എന്നാലും അതിലൊരു ചെറിയൊരു എലമെൻ്റ് ഒക്കെ ഉണ്ട് ഈ മൂവീസ്. പിന്നെ ഞാൻ കുറച്ച് മൂവീസ് കണ്ടിട്ടില്ല. പറഞ്ഞ റീസെൻ്റ്ലി ഇറങ്ങിയ ED, ബഴോസ്, പിന്നെ ജനനം, 1947, പ്രണയം തുടരും, ഫൂട്ടേജ്, മുറ, ഈ മൂവീസൊക്കെ എനിക്ക് കാണാൻ സാധിച്ചില്ല. അവാർഡിന് പോയത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, ആ മൂവി ഞാൻ കണ്ടിട്ടില്ല. ഈ മൂവിയൊക്കെ നല്ല അഭിപ്രായം വന്ന മൂവിയാണ്. ഇപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ കുറച്ച് അഭിപ്രായം കിട്ടിയ മൂവീസും എനിക്ക് മിസ്സായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടതിൽ ഞാൻ ഇട്ട ടോപ്പ് 20 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പ് 20 നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.